നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാഴ്ചത്തെ സന്ദർശനത്തിനായി പോയ ഒരാൾ തിരിച്ചു വരുവാൻ ഇനി ഒരു വർഷമെങ്കിലും എടുക്കുമെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആകാംക്ഷ ഉണ്ടാകാറുണ്ട്. എന്നാൽ അത് ബഹിരാകാശത്തേക്കെന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ തീവ്രത ഏറുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരിയും ശാസ്ത്രജ്ഞയുമായ സുനിത വില്യംസും ട്രാവൽ ടീം പാർട്ണറായ ഡോക്ടർ ബിച്ച് വിൽമോറും ഭൂമിക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയി എന്ന വാർത്ത ലോകമെമ്പാടും വലിയൊരു ദുഃഖം തന്നെ പടർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 5-നാണ് ഇവർ ഭൂമിയിൽ നിന്നും സ്റ്റാർലൈനർ റോക്കറ്റിൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചത്. ജൂൺ 6-ന് അവിടെ എത്തുകയും ചെയ്തു. അപ്പോഴാണ് സ്റ്റാർലൈനർ പേടകത്തിലെ ഹീലിയം ഗ്യാസ് സിസ്റ്റത്തിൽ ചോർച്ച കണ്ടെത്തിയത്. കൂടാതെ റോക്കറ്റിന്റെ പ്രധാന ഭാഗമായ ത്രസ്റ്റേഴ്സ് അവയുടെ പ്രവർത്തനവും തകരാറിലായി. ഇതൊക്കെ മനസ്സിലാക്കിയതോടെ ഇവർ രണ്ടുപേരെയും തിരികെ കൊണ്ടുവരുന്നത് അപകടകരമാണ് എന്ന് സാങ്കേതിക വിദഗ്ധർ കണ്ടെത്തി. ഇനി ഒരു പുതിയ സ്പേസ് X9 മിഷൻ 9 മാസമെങ്കിലും കഴിയണം. അതും ഇപ്പോഴും പൂർണ്ണമായും ഉറപ്പിക്കാനായിട്ടില്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇടയ്ക്കിടെ സഞ്ചാരികൾ ഭൂമിയിൽ നിന്നും എത്തിച്ചേരുന്നതും തിരികെ വരുന്നതും ഇന്ന് അത്ര വലിയ പുതുമയുള്ള സംഭവമൊന്നുമല്ല. പലതവണ സ്പേസ് സ്റ്റേഷനിൽ മാസങ്ങളോളം താമസിച്ച അനുഭവ സമ്പത്തുള്ള സുനിത വില്യംസിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവമല്ല. പക്ഷേ ഇവർക്ക് മടങ്ങി വരാനാകില്ലേ എന്നൊരു ഭീതിയാണ് ഇപ്പോൾ ഏവരെയും ആകാംക്ഷയിലാഴ്ത്തുന്നത്. ഇതൊരു സുഖവാസ കേന്ദ്രമല്ല, മറിച്ച് നിരവധി പരീക്ഷണങ്ങൾക്കും ബഹിരാകാശ നിരീക്ഷണങ്ങൾക്കുമായി സ്ഥാപിച്ച ഒരു സംവിധാനമാണ്. ഇഷ്ടമുള്ള ഭക്ഷണമോ വസ്ത്രമോ മറ്റു യാതൊരു സുഖ സൗകര്യങ്ങളോ ഇല്ലാത്ത ഇവിടെ ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ഒന്ന് കാലുറപ്പിച്ച് നിൽക്കാനാകാതെ മാസങ്ങളോളം ഒഴുകി നടക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ബഹിരാകാശ സഞ്ചാരികൾ തിരികെ ഭൂമിയിലെത്തുമ്പോൾ മാസങ്ങൾ വേണ്ടിവരും ശരീരം ഭൂമിയിലെ അവസ്ഥയിലെത്താൻ. അതിനേക്കാൾ ഭീകരമാണ് ഏകാന്തത. ഒരു കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയേക്കാൾ മനക്കരുത്തുള്ളവർക്ക് മാത്രമേ ഇത്തരം സാഹസത്തിന് മുതിരാനാകുകയുള്ളൂ. ഈ രണ്ട് ശാസ്ത്രജ്ഞരെയും സ്വകാര്യ കമ്പനിയായ സ്പേസ് എക്സിന്റെ പേടകത്തിൽ അടുത്ത ഫെബ്രുവരിയിൽ തിരികെ കൊണ്ടുവരുമെന്ന് നാസ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദൗത്യത്തിന് നാസ കോടിക്കണക്കിന് രൂപയാണ് ചിലവഴിക്കുന്നത്. ബോയിങ് കമ്പനിയുടെ സ്റ്റാർലൈനർ പേടകത്തിന്റെ പരീക്ഷണ പറക്കലിലാണ് ഇരുവരും ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. 2019-ലും 2022-ലും പരീക്ഷണ പറക്കൽ നടത്തി വിജയിച്ച പേടകമാണ് സ്റ്റാർലൈനർ. ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 പേരുണ്ട്. ഇവർക്ക് ആവശ്യമുള്ള പ്രത്യേക ഭക്ഷണവും മറ്റു അവശ്യ വസ്തുക്കളും ഭൂമിയിൽ നിന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ബഹിരാകാശത്തിൽ ദീർഘനാൾ വസിക്കുന്നവർക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. എല്ലുകൾ, മസിലുകൾ, കണ്ണുകൾ എന്നിവയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, തുടർച്ചയായി വികിരണമേൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, രക്തസമ്മർദ്ദം, മാനസിക സമ്മർദ്ദം, അണുബാധ ഇവയെല്ലാം ഇതിൽപ്പെടും. ഭൂമിയിലുള്ളതിനേക്കാൾ 10 മടങ്ങ് റേഡിയേഷനാണ് ബഹിരാകാശ നിലയത്തിലുള്ളത്. ഗുരുത്വാകർഷണമില്ലാത്തതിനാൽ അസ്ഥികളുടെ സാന്ദ്രത ക്രമേണ കുറയും. കൂടാതെ ശരീരത്തിന്റെ സന്തുലനാവസ്ഥയും തകിടം മറിയും. ബഹിരാകാശ നിലയത്തിൽ ഇപ്പോൾ 5 പേടകങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ബോയിങ്, സ്പേസ് എക്സ് എന്നിവരുടെ പേടകങ്ങൾ, സാധനങ്ങൾ എത്തിക്കുന്ന 2 പേടകങ്ങൾ, സോയൂസ് MS-25 എന്ന ക്രൂ പേടകം എന്നിവ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ 2 യാത്രികർ സഞ്ചരിച്ച സ്റ്റാർലൈനർ പേടകത്തിന്റെ കുഴപ്പങ്ങൾ പരിഹരിച്ചാൽ അതിൽ തന്നെ തിരികെ വരാമെന്നൊരു വിദൂര സാധ്യതയും നിലനിൽക്കുകയാണ്. ലോക നമ്പർ 1 കോടീശ്വരനായ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ ഇപ്പോൾ വിജയം കാണുന്നുണ്ട്. അവരുടെ പേടകങ്ങളിൽ സഞ്ചാരികളെ തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിരവധി കോടീശ്വരന്മാരാണ് ഇപ്പോൾ ബഹിരാകാശ യാത്രയ്ക്കായി തയ്യാറായിരിക്കുന്നത്. ഇത് വലിയൊരു ബിസിനസ് സാധ്യത ആയതിനാൽ ഇലോൺ മസ്ക് വളരെ മുൻപേ തന്നെ ഈ മേഖലയിൽ മുതൽ മുടക്കി കഴിഞ്ഞിരുന്നു. ബഹിരാകാശ ടൂറിസം എന്നത് വളരെയധികം അപകടം പിടിച്ചതും തിരികെ എത്തുമെന്നതിൽ 100% ഉറപ്പില്ലാത്തതുമാണ്. സുനിത വില്യംസ് മുൻപ് 322 ദിവസം ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് പരിചയമുള്ള വ്യക്തിയാണ്. എങ്കിലും യാതൊരു കുഴപ്പവും കൂടാതെ അവരും സംഘവും തിരികെ എത്തണേ എന്ന പ്രാർത്ഥനയിലാണ് ശാസ്ത്ര ഗവേഷകരും ലോകവും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.